പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2025 മാർച്ച് മാസം 6-ാം തീയതി അവൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ സ്വർഗീയ പിതാവ് നൽകിയിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. എന്നോർത്ത് നോക്കി, അത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്തെല്ലാം നേരിടാമായിരുന്നു, അതിൽ നിന്നൊക്കെയും അത്ഭുതകരമായി കഴിഞ്ഞ പകൽക്കാലം നമ്മളെ കർത്താവ് കാത്തു പരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ അവൻ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കൈകൾ ഉയർത്തി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ലോർഡ്. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്, അങ്ങ് വിടുവിക്കുന്ന ദൈവമാണ്, അങ്ങ് ഞങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ആരാധ്യനാകിയാൽ സ്തോത്രം. അങ്ങ് സ്തുതികൾക്ക് യോഗ്യനായ ദൈവമാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു. അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് വാക്കുമാറാത്തവൻ. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ആമേൻ. അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, സങ്കീർത്തനത്തിൽ 116 ഇങ്ങനെ പറയുന്നു, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. ആമേൻ. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. 116:7 പറഞ്ഞത്. 8-ാമത്തെ വാക്യം പറഞ്ഞത്, കർത്താവ് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ കർത്താവിന് എന്തു പകരം കൊടുക്കും? കരങ്ങൾ ഉയർത്തി പറ, ഞാൻ കർത്താവിനെ സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ കർത്താവിൻ്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിപ്പീൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏകാഗ്രതയോടെ പ്രാർത്ഥനയിൽ ആമേൻ ജോയിൻ ചെയ്താട്ടെ. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവിക ആരോഗ്യമുള്ളവരായി തീരട്ടെ. എല്ലാവരും ദൈവിക സമൃദ്ധിയുള്ളവരായി തീരട്ടെ. എല്ലാവരും ദൈവിക സമാധാനമുള്ളവരായി തീരട്ടെ. എല്ലാ ഭവനങ്ങളിലും ദൈവിക സ്വസ്ഥതയും സന്തോഷവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിറഞ്ഞു കവിയുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അലർജിയാൽ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്കിൻ അലർജി മുഖാന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ശരീരത്തിൽ വന്നിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ. അതുപോലെ അലർജി മുഖാന്തരം ഉണ്ടാകുന്ന എല്ലാ തുമ്മലുകളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അലർജി മുഖാന്തരം ഉണ്ടാകുന്ന ചുമ യേശുവിൻ്റെ നാമത്തിൽ ആകട്ടെ. അലർജി മുഖാന്തരം ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, രാത്രിയിൽ സ്വപ്നങ്ങൾ കണ്ട് പേടിക്കുന്ന, ആമേൻ, രാത്രിയിൽ ഭയപ്പെട്ട് ചാടി എഴുന്നേൽക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിൻ്റെ പിൻപിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയെ ബന്ധിക്കുന്നു. യേശുവിൻ നാമത്തിൽ രാത്രിയിൽ സ്വസ്ഥമായ ഉറക്കമുണ്ടാകട്ടെ. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് അർജൻറ്റായിട്ട് ചില കാര്യങ്ങളിൽ നീക്കുപോക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ വിഷയത്തിൽ ഇന്ന് തന്നെ അർജൻറ്റായ ചില വിടുതലുകൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു. എക്സാംസിനായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. 10th ആൻഡ് 12th ഗ്രേഡുകാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായിട്ടും, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ബുദ്ധിയും ദൈവിക ഓർമ്മയും കർത്താവിൻ്റെ കഴിവും അവരിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അതുപോലെ ഫ്രൈഡേ സഭായോഗം, നാമത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമ മഹിമയ്ക്കായി തീരട്ടെ. ലോകവ്യാപകമായ ഒരു ഉണർവിന് എല്ലാം കാരണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ,
ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തെ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ച നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. ഒരു ദൈവ പൈതൽ, അതായത് ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ് ദൈവ പൈതൽ. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആമേൻ. അവർ മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നാണ് ജനിച്ചത്. അതായത് ഒരു മകൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, അത് ഫസ്റ്റ് ബർത്ത് എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അമ്മയുടെയും കുഞ്ഞായിട്ട് ജനിക്കുന്നു. എന്നാൽ രണ്ടാമത് അവർ വീണ്ടും ജനനം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയുമ്പോൾ അവർ സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമക്കളാണ് ഞാനും നിങ്ങളും. ആമേൻ. യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ആമേൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചവരായതുകൊണ്ട് നമ്മുടെ ജീവിതം ക്രിസ്തുവിലായി കഴിഞ്ഞു. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആമേൻ സ്വർഗത്തിലെ ദൈവമാണ്. ആമേൻ. മാസ്റ്റർ ആമേൻ ആയ നമ്മുടെ സർവശക്തനായ ആമേൻ ജ്ഞാനിയായ അത്ഭുതങ്ങളെ ചെയ്യുന്ന നല്ല കർത്താവ്, ആമേൻ, ആ കർത്താവാണ് നമ്മുടെ ജീവിതത്തെ മായി നിയന്ത്രിക്കുന്നത്. ആമേൻ. ആദ്യമേ നമ്മളത് മനസ്സിലാക്കണം. ആമേൻ. ഒന്ന് അതാണെങ്കിൽ, രണ്ടാമത് ആ കർത്താവാണ് നമ്മളെ സകലത്തിലും ഡിഫെൻഡ് ചെയ്യുന്നത്. ആരും നമ്മളെ ദോഷം ചെയ്യാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു തിന്മയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആമേൻ. അത് പൈശാചിക മണ്ഡലത്തിൽ നിന്നായാലും ലോകത്തിൽ മനുഷ്യൻ്റെ ഇടയിൽ നിന്നായാലും എങ്കിൽ നിന്നും കർത്താവ് ആമേൻ നമ്മളെ സൂക്ഷിക്കും. ഒരു തിന്മയും നമുക്ക് വരുവാൻ, ഒരു ദോഷവും നമുക്ക് വരുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. അത് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെ ദൈവം സൂക്ഷിക്കുമെന്നാണ് ഇന്നത്തെ യെശയ്യാ 27:3 നമ്മൾ വായിച്ചത്. അപ്പോൾ ഞാനും നിങ്ങളും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടമാണ്. കൈകൾ ഉയർത്തി പറ, ഞാൻ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടമാണ്. ഒരിക്കലൂടെ കൈ ഉയർത്തി പറഞ്ഞ്, ഞാൻ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടമാകുന്നു. കർത്താവ് നമ്മളെ സൂക്ഷിക്കും. അർത്ഥം കർത്താവ് നമ്മളെ ഡിഫെൻഡ് ചെയ്യുന്നത്, കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നത്. ഒരു തിന്മയും വരാതെ കർത്താവ് നമ്മളെ സൂക്ഷിക്കും. അടുത്ത് പറയുന്നു, ക്ഷണം പ്രതി എപ്പോഴും നമ്മളെ നനച്ചുകൊണ്ടിരിക്കും. ആമേൻ. നമുക്ക് ആവശ്യമായ നറിഷ്മെൻറ്റ് നൽകിക്കൊണ്ടിരിക്കും. ആമേൻ. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ആരും തൊടാതിരിക്കണമെന്ന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ആരും തൊടാതിരിക്കണം, ഒരു തിന്മയും വരാതെ, രാത്രിയിലായാലും പകലിലായാലും. അതാണ് 91-ാം സങ്കീർത്തനം പറയുന്നത്, രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരം, ഇതൊന്നും നമ്മളെ ബാധിക്കാൻ അനുവദിക്കാതെ കർത്താവ് നമ്മളെ പരിപാലിക്കും. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം അതിനകത്ത് തന്നെ 31 തന്നെ പറയും, 31:5 പറയുന്നു, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ യേശു ക്രിസ്തുവിൽ ദൈവം നമ്മളെ കാക്കും. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവം നമ്മളെ സൂക്ഷിക്കുക. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും അതിൻ്റെതായ ഉറപ്പ് വേണം. ഞാൻ ക്രിസ്തുവിൽ സുരക്ഷിതയാണ്, ഞാൻ ക്രിസ്തുവിൽ സുരക്ഷിതനാണ്, കർത്താവാണ് എൻ്റെ ഡിഫൻഡർ. ഞാൻ ദൈവത്തിൽ നിന്ന് ആമേൻ ജനിച്ചതായതുകൊണ്ട് ദൈവം എന്നെ സൂക്ഷിക്കും, കർത്താവ് എന്നെ പരിപാലിക്കും. കർത്താവ് എന്നെ സംരക്ഷിക്കും, എന്നെ ചുറ്റി എന്നെ നനവുള്ള തോട്ടം പോലെ എപ്പോഴും ആക്കും. എനിക്ക് ചുറ്റും കർത്താവിൻ്റെ തീമതിലുണ്ടാകും. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നേറുക. നിങ്ങളെ നശിപ്പിക്കുവാൻ ഒരു പൈശാചിക മണ്ഡലത്തിനും കഴിയത്തില്ല, ഒരു മനുഷ്യനും കഴിയത്തില്ല. നിങ്ങൾ പറയണം, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. കൈ ഉയർത്തി പറഞ്ഞ്, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. ആമേൻ. ആ ദൈവമാണ് എൻ്റെ സകലതും കൺട്രോൾ ചെയ്യുന്നത്. ഈസ് മൈ ഡിഫൻഡർ. കർത്താവാണ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, എന്നെ സൂക്ഷിക്കുന്നത്, എന്നെ പരിപാലിക്കുന്നത്. കർത്താവാണ് എൻ്റെ കോട്ട. കർത്താവ് എന്നെ ചുറ്റിപ്പറന്ന് കാക്കുന്നു. അതുകൊണ്ട് ഒരു തിന്മയും എനിക്ക് വരികയില്ല. വിശ്വാസത്തോടെ പറയണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ വർദ്ധിച്ചു വരും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you. നിങ്ങൾ കേട്ട വാക്യങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ വായിച്ച് നോക്കണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.